കർണാടക വീട് കർണാടകയിൽ 20 കോടിയല്ലേ അവർ പ്രഖ്യാപിച്ചിരുന്നത്? ഓർമ്മ എങ്ങനെയാണ്? 20 കോടി 10 കോടി തന്നിട്ടുള്ളൂ. 50 വീട് 100 പറഞ്ഞു. അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരുന്നത് എത്ര മോശപ്പെട്ട കാര്യമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുറെ കണക്കുകൾ പറഞ്ഞു. ഞാൻ അപ്പോഴാണ് ഈ കണക്കുകൾ എടുത്ത് നോക്കിയത്. എത്ര പെട്ടെന്നാണ് 410 വീടുകളിലെ 300 വീടുകൾ, ഇത്രയും പെട്ടെന്നൊക്കെ 300 വീട് പണിയാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. വായനാക്കൊണ്ടാണെങ്കിലും വീട് പണിയാനൊരു പണി വേണ്ടേ? കണ്ണൂരിലെ പിന്നെ കർണാടകത്തിലെ സർക്കാർ തന്നത് 10 കോടി രൂപയാണ്. അതേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വരവാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കർണാടകയിലെ സർക്കാർ തന്ന 10 കോടിക്ക് പണിയാവുന്നത് 50 വീടാണ്. 50 വീട് ഈ കൂട്ടത്തിലുണ്ടെന്ന് കരുതുക. ഇത് കഴിയുമ്പോൾ ഇവിടെ വലിയ ബോർഡ് വെക്കും. തന്ന എല്ലാവരുടെയും പേരും കാശും അതിനകത്ത് അടയാളപ്പെടും. വെയിലാണെങ്കിലും പറയാതെ പോകാൻ പറ്റില്ല. കേരള സർക്കാർ 2019 മുതൽ ഇങ്ങനെ കൊടുത്ത കണക്കുണ്ടല്ലോ. സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഒഡീഷയ്ക്ക് 10 കോടി രൂപ, ആസാമിന് 2 കോടി രൂപ, ഹിമാചൽ പ്രദേശിന് ഇപ്പോ 2023-24 7 കോടി രൂപ, 2019 ഗജ ചുഴലിക്കാറ്റുണ്ടായപ്പോൾ റിലീഫ് മെറ്റീരിയൽസിന് 18,86,616 കോടി രൂപ. ഇതാ ഗവൺമെന്റിന് ഏതെങ്കിലും പാർട്ടി കൊടുത്ത കാശാണോ? ഇപ്പൊ വയനാട് ദുരന്തത്തിൽ തമിഴ്നാട് സർക്കാർ തന്നിട്ടുണ്ട് 5 കോടി, ആന്ധ്ര സർക്കാർ തന്നിട്ടുണ്ട് 10 കോടി, രാജസ്ഥാൻ തന്നിട്ടുണ്ട് 5 കോടി. ഇതൊക്കെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ കണക്കാണോ? ഞങ്ങളൊരു വിവാദത്തിന് വന്നവരല്ല. കോൺഗ്രസിന് മുഴുവൻ എംഎൽഎമാരും ഫണ്ട് നൽകിയതാണല്ലോ കോൺഗ്രസ് അവകാശപ്പെട്ടത്. അത് വിവരാവകാശം വെച്ച് ചോദിച്ചോട്ടെ, അവർക്ക് തന്നെ വിശ്വാസമുള്ള ഏജൻസികൾ ചോദിച്ചോട്ടെ. എംപിമാർ എത്ര തന്നു, MLA മാർ എത്ര തന്നു? വിവരാവകാശം ചോദിച്ചവർക്കൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. സഭയിൽ ചോദ്യം ചോദിച്ചോട്ടെ, സഭയിൽ മേശപ്പുറത്ത് വെക്കാൻ ഞങ്ങൾ റെഡി. കോൺഗ്രസിന്റെ മാത്രമല്ല, 140 MLA മാരിൽ എത്ര തന്നു? എന്തിനാ വെറുതെ ഒരു പാർട്ടിയെ മാത്രം പറയുന്നത്? 140 MLA മാരിൽ എത്ര തന്നു? 20 MP മാരിൽ എത്ര തന്നു? രാജ്യസഭാ അംഗങ്ങളിൽ എത്ര തന്നു? ചോദ്യം ചോദിച്ചാൽ മതി. ഈ നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കാം.